ഇപ്പൊ നമ്മളുടെ ഈ അഖിൽമാരാര്, റോബിൻ, ഈ രജിത് കുമാർ, എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തില്. വളരെയധികം വെറുപ്പിച്ച്. എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്ത് വെറുപ്പിച്ച് അവസാനം ഒരു പകുതിന്ന് അവര് നല്ലതായിട്ട് കളിക്കും. അപ്പൊ എല്ലാവരും ആ അവരെ അവരുടെ ഒരു ഫാനായി അവരുടെ ഒരു ആർമി ആയിട്ട് തീരും. അതുപോലെ തന്നെ ഈ രതീഷ് കുമാർ ഇനി നാളത്തെ രതീഷ് ആർമിയാണോ അതെ. അതാവാനാണോ ഇനി? നല്ല തുടക്കത്തിലെല്ലാവരും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഒരു ദിവസം ഞാൻ 6 പേരെ ശത്രുക്കളാക്കും, 2 ദിവസം കൊണ്ട് ഞാൻ 12 പേരെ ശത്രുക്കളാക്കും, ശത്രുക്കളാക്കും. അതെ. അങ്ങനെ 18 പേരെ അതുപോലെ ശത്രുക്കളാക്കി ഒരു പകുതിയാവുമ്പോ തൊട്ട് നല്ല പാവം കളിച്ച് ഇനി നല്ലവരായി ആർമി ഉണ്ടാക്കുമെന്ന് മാറാൻ. അറിയില്ല. അതെ. അതാണ് നമ്മളുടെ ചരിത്രം, നാളത്തെ ബിഗ് ബോസ് ചരിത്രം ചരിത്രം. അതാണ്. അപ്പൊ ഇനി ആ ചരിത്രം പിന്തുടരുമോന്ന് എനിക്കറിയത്തില്ല. അതിനാണ് പക്ഷെ എനിക്ക് ചാൻസ് കാണുന്നത്. അതിനാണ് ചാൻസ് കാണുന്നത്. ഈ കാണുന്ന എല്ലാ മലയാളി പ്രേക്ഷകരും, പ്രത്യേകിച്ച് ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ